പുറത്തേക്ക് വിളിക്കുന്നു. ആര്? രാജവല്ലി. കൂട്ടുകാരികൾ വന്നിരിക്കുന്നു. അവരെ പരിചയപ്പെടുത്താനാ. എനിക്ക് സുഖമില്ലെന്ന് പറഞ്ഞു. ചെന്നില്ലെങ്കിൽ എന്നെ ചീത്ത പറയും. ഒന്ന് പോയിട്ട് വന്നോളൂ. Hi, come on, man. What nonsense. Hey, mister, come on, join with us. Wally, what is this? Hey, Chinnu, let him go to hell. Come on, dance. Join. How you are going to manage him, dear? Hey, Wally, never gamble with your life. He's an indecent fellow, illiterate, not at all cute, and cultureless. Shut your bloody mouth. Yes, what you said is true. I am not cute enough to marry this stupid girl because I want a wife, not a bloody flirt. How dare you talk about our golden culture? Being a Malayali, I am proud of it. You too have a prestigious Dravidian culture. It's a disgrace on your part, trying to imitate this mad Western culture. Shame! നിന്റെയൊക്കെ പേക്കൂത്തോൾക്കൊപ്പം താളം ചവിട്ടാൻ എന്നെ കിട്ടില്ല. അതിന് സംസ്കാരം ഇല്ലാത്തവരെന്ന് പറഞ്ഞാൽ എനിക്ക് സന്തോഷമേ ഉള്ളൂ. വായിൽ വെള്ളി കരണ്ടിയുമായി ജനിച്ചു എന്നൊരു പ്ലസ് പോയിന്റ് മാത്രമേ നിനക്കൊക്കെ ഉള്ളൂ. നിന്നെ ഒന്നും പറഞ്ഞത് കാര്യമില്ല. ഇരുട്ടുപ്പയലേ. കൈ നിറയെ കാശും അഴിഞ്ഞാടാൻ ലൈസൻസ് ഉണ്ടെന്ന് നിന്നെയൊക്കെ വിട്ടിരിക്കുന്നവരുണ്ടല്ലോ, അവരോട് പറഞ്ഞാൽ മതി, എന്നോട് വേണ്ട. നിന്നോടുകൂടാ പറഞ്ഞത്. കീപ് ഇറ്റ് ഇൻ മൈൻഡ്. வக்கீலே, என்ன இதெல்லாம்? ஏய்யா, தாலி கட்டுறதுக்கு முன்னாலேயே அவன் இவ்வளவு திமிரா பேசினானே, தாலி கட்டுறதுக்கு அப்புறமா அவன் எப்படி பேசுவான்? തള്ളേ, മോനോട് പറഞ്ഞേക്ക്, എന്റെ കൊച്ചുമോളെ അനുസരിപ്പിക്കല്ല വേണ്ടത്, ഇവിടത്തെ ചിട്ടകൾ അനുസരിച്ച് കഴിയാ വേണ്ടതെന്ന്. മനസ്സിലായോ? ഏയ്യാ വക്കീലെ, എന്ന ഒന്നും പേശ മാട്ടേങ്കേ? തൽക്കാലം ക്ഷമിക്കുക, എല്ലാം ശീലമായിക്കോളും. മുത്തശ്ശി കുട്ടിയെ കാര്യം പറഞ്ഞ് മനസ്സിലാക്കിയാ മതി. ഫ്രണ്ട്സിന്റെ ഒക്കെ മുമ്പ് വെച്ച് എന്തൊക്കെ പറഞ്ഞെന്ന് വക്കീലെന്ന് അറിയാമോ? എനിക്ക് ആകെ ഷെയിമായി പോയി. അവരൊന്നും ഇനി വീട്ടിലേക്ക് വരില്ലെന്ന് പറഞ്ഞ് ഇറങ്ങിപ്പോയത്. ഏയ്യാ, ബന്ധുക്കളെ വിളിക്കാൻ പോകുമ്പം ഇവിടത്തെ ചിട്ടകളൊക്കെ പറയണമെന്ന് ഞാൻ പറഞ്ഞിരുന്നില്ലേ? ഇപ്പൊ എന്നാച്ച്? അവ എന്നെ ചൊല്ലിവിട്ടാ ഡാൻസ് കൊണ്ട ചൊന്ന അതും അറിയില്ലെന്ന് വെച്ചാ? നാട്ടും പുറത്ത് വളർന്ന ചെക്കനല്ലേ, അവിടെ ഡാൻസ് ചെയ്യേണ്ട ആവശ്യമൊന്നും ഉണ്ടായിട്ടുണ്ടാവില്ല. അതുകൊണ്ടാ. പല പുലിക്കളിയെ പറ്റുമായിരുന്നു, പിന്നെ നോക്കായിരുന്നു. അല്ല, இந்த ബംഗ്ലാവിലെ രാജവല്ലിയുടെ ഭർത്താവെന്ന് പറഞ്ഞാൽ രാജവല്ലിയെ പോലെ സകലകല വല്ലഭനായിരിക്കണം. ഇത് ഗുസ്തിക്കാരൻ ഉസലാംപെട്ടി മസ്താൻ ഫയൽവാൻ. ഇത് ബോക്സർ സലീം ഖാൻ, കരാട്ടെ ചാമ്പ്യൻ ചെന്നൈ ബ്രൂസ്ലി, സംഗീത വിദ്വാൻ തഞ്ചാവൂർ സുബയ്യ, ഇത് ഡാൻസ് ടീച്ചർ നടനശ്രീ നാട്യകലാക്ഷേത്രം സത്യവതി. അശോകനടിയാ, മോനെ വേഗം എഴുന്നേക്ക്. ഇതെന്നും വിളിക്കുന്ന പോലല്ല മോനെ. അശോക, ആരൊക്കെ വന്ന് നിൽക്കണ നോക്ക്. അശോക, അശോക, അശോക. പറയുന്നത് നടക്കാൻ. എന്താ കാര്യം? ശ്രുതി ചേർത്ത് പാടുങ്കോ.
സത്തി സരി 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 സദമ സരി സരിഗ മരിഗ മദ ഗമദ സമദ സരിഗ. വാഗച്ചാർത്തിന്നു കഴിഞ്ഞു കണ്ണ. ഭഗവാനെ രക്ഷിക്കണേ. ആഹാ, ഇതാരാ? ട്രെയിനിങ് ഒക്കെ കഴിഞ്ഞോ? എവിടെ കഴിയാൻ, കൊച്ചു തമ്പുരാട്ടിയുടെ ഓരോ തീരുമാനങ്ങളല്ലേ. വടിയടി, കത്തിക്കുത്ത്, കാളപ്പോര്, ഇതിന്റെയൊക്കെ മാഷന്മാരെ തിരക്കി രാവിലെ ആള് പോയിട്ടുണ്ട്. വൈകുന്നേരത്തിന് മുമ്പ് വരുമായിരിക്കും. ശ്രീദേവിക്ക് ദൈവങ്ങളുമായിട്ട് നല്ല അടുപ്പമാണെന്ന് തോന്നുന്നു. അങ്ങനെയാണെങ്കിൽ എന്റെ കാര്യം കൂടെ ഒന്ന് പറഞ്ഞേക്ക്. അതെന്താ അങ്ങനെ പറഞ്ഞത്? ഞാൻ എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കാറുണ്ട്. പ്രത്യേകിച്ചും ഉടനെ തന്നെ നിങ്ങളുടെ രണ്ടാളുടെയും കല്യാണം നടക്കണമെന്ന്. ഇപ്പൊ അതല്ലല്ലോ ഇവിടെ വിഷയം. പലവട്ടമായി ഞാൻ ശ്രദ്ധിക്കുന്നു, വിഷയം മാറ്റി സംസാരിക്കുന്ന കാര്യത്തിൽ ശ്രീദേവി കാട്ടുന്ന താല്പര്യം. ഇവിടെ ഞാൻ ആദ്യം വന്ന് കണ്ടതും എന്റെ മുറപ്പെണ്ണായി സങ്കല്പിച്ചതും ശ്രീദേവിയാണ്. കോടികളുടെ അധിപയായ പെൺകുട്ടിയുടെ വിനയം കണ്ട് ഞാൻ അതിശയിച്ചു. പിന്നെ യഥാർത്ഥ കോടീശ്വരിയെ കണ്ടിട്ടും ആദ്യം കണ്ട ആളെ മറക്കാൻ കഴിഞ്ഞില്ല. അറിയാതെ പറ്റിയൊരു പിഴവ്, അതങ്ങനെ തന്നെ മറന്നാ മതി. സത്യത്തിൽ നിങ്ങൾ മലയാളം പറയുമ്പോൾ ഞാൻ എന്റെ വീടിനെ കുറിച്ച് ഓർക്കും. അത്ര വ്യക്തമായ ഓർമ്മയൊന്നുമില്ല. നാട്ടിൽ നിന്ന് വരുന്നവരെ കാണുമ്പോഴും മലയാളം കേൾക്കുമ്പോഴും വെറുതെ തോന്നും വളരെ വേണ്ടപ്പെട്ടവരാണെന്ന്. അപ്പോ ഭാഷയോട് മാത്രമേ സ്നേഹമുള്ളൂ, അത് പറയുന്നവരോടില്ലല്ലേ? ഞാൻ വരുമ്പോ വേദന കൊണ്ട് കരയായിരുന്നു. എന്തു പറ്റി? കാലുവേദന എന്നാ പറഞ്ഞത്. അമ്പേ വേണ്ട, ഇപ്പോഴാ ഉറങ്ങിയത്, വിളിക്കണ്ട. ஸ்ரீதேவி, உன்னை எங்கெல்லாம் தேடுறது? எச்சக்கல நாயே, அங்க வந்து காப்பி கொண்டு வந்து குடிக்க சொன்னா இங்க என்ன நீ செய்யற? உன்னை உன்னை என்ன செய்யற பாரு. பாருங்க பாடி. എന്താ മോനെ ഇത്? അമ്മ കിടന്നേ. പാവം കുട്ടിയാ. ശ്രീദേവി, മറന്നു വെച്ചതാ. എന്റെ അമ്മയ്ക്ക് വേണ്ടിയാ ശ്രീദേവി തല്ലുകൊണ്ടത്. പാവം ആങ്ങളയുടെ മകളുടെ സ്നേഹവും പരിചരണവും അനുഭവിക്കാൻ ആർത്തി പിടിച്ചു വന്നതാ എന്റെ അമ്മ. ഇങ്ങോട്ട് പോരാൻ സമ്മതിച്ചത് ഞാൻ ചെയ്തൊരു തെറ്റാ. പോണം, മടങ്ങി പോണം. അതിന് തക്കോണം ഇവിടെ എന്താ ഉണ്ടായത്? എല്ലാം ഇട്ടെറിഞ്ഞു പോകാൻ എളുപ്പാ. പക്ഷേ ആരും ഇല്ലാതാവുന്നതിനേക്കാളും നല്ലതാ ആരായാലും ഒരാൾ ഒരിടം ഉണ്ടാവുന്നത്. തനിച്ചാവുമ്പോഴുണ്ടാവുന്ന വേദന അത് അനുഭവിച്ചാലേ മനസ്സിലാകൂ. പോട്ടെ, അമ്മ ഉറങ്ങിക്കാണില്ല.